നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ട് നനച്ച് ഉണ്ടാക്കാൻ പോവാം. പുട്ട് നനയ്ക്കാനായിട്ട് നമ്മൾ റാഗി പൊടി എടുക്കണം, ഓട്സ് പൊടി, പിന്നെ വീറ്റ് ഫ്ലവർ, റൈസ് ഫ്ലവർ. ഈ 4 പൊടികളാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പ് നമ്മൾ എടുക്കുവാണ്. ഇച്ചിരി ഉപ്പ് ഇത് നനച്ച് എടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി എടുക്കണം. ഓക്കെ. ഇനി നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഓട്സ് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളത് പൊടിച്ചെടുക്കണം. സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി പുട്ട് നല്ല സോഫ്റ്റായിട്ട് നനച്ചെടുക്കണം. അതിൽ ഉപ്പ് ഞാൻ ഓൾറെഡി ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഉപ്പ് നമുക്ക് ഇടാം. ശകലം ഒരു സ്പൂൺ മതി. പിന്നെ നമുക്ക് ഇനി വെള്ളം നനച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് നനച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഫുൾ നനച്ചാലും നമ്മൾ പിന്നെ മിക്സിയിലിട്ടൊന്ന് നനച്ചെടുക്കണം. കാരണം ഓട്സ് നല്ല പൊടിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്കത് മിക്സിയിലിട്ടൊന്ന് നനച്ചെടുക്കണം. ഈ പരുവത്തിൽ നമ്മൾ നനച്ചെടുക്കണം. കണ്ടോ, ഇതൊരു വെള്ളമയം വന്ന പരുവത്തിലുള്ള ഇത്. ഈ പരുവത്തിൽ വേണം നമ്മൾ അത് നനച്ചെടുക്കാം. ഇനി ബാക്കി മിക്സിയിലോട്ട് നനച്ചെടുക്കണം. നല്ല സോഫ്റ്റ് പുട്ടാണെങ്കിൽ പുട്ട് വേണമെങ്കിൽ നമ്മളത് കിറുകിറാന്ന് നല്ല മിക്സിയിൽ അടിച്ചെടുക്കണം. വേണ്ട, നമ്മളിത് മിക്സിയിലോട്ട് എടുക്കണം. കുറച്ചായിട്ട് നമ്മൾ ഈ മിക്സിയിലിട്ടൊന്ന് കലക്കി എടുക്കുക. ഓരോന്നായിട്ട് ജസ്റ്റ് ഒരു കടുക്കം മതി. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ടോ, ഈ പരുവത്തിൽ കിട്ടും. കുറച്ചായിട്ട് നമുക്ക് മാവ് ഇങ്ങനെ എടുത്തിട്ട് ഇത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ജസ്റ്റ് ഒരു കടുക്കം മതി. അപ്പം ഇങ്ങനെ നമുക്ക് മാവ് കിട്ടും. ഓക്കെ. അപ്പോൾ ആ പൊടികളെല്ലാം ഇതിനകത്ത് കാണിക്കുക. നമുക്ക് ഇതിൻ്റെ എടുക്കാനായിട്ട് പൊടി ഇങ്ങനെ ഓരോന്നായിട്ട് പൊടിച്ച് നമ്മൾ എടുത്താൽ നമ്മുടെ പുട്ട് ശരിയാവും. ഇതെല്ലാം ഈസി ആയിട്ടുള്ള എല്ലാം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ നമ്മുടെ പുട്ട് ശരിയാക്കുന്നു. അല്ലാതെ ഈസി പിടിച്ച ജോലിയോ അല്ല ഈ പുട്ടുണ്ടാക്കുന്നത്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി പുട്ട് കഴിക്കത്തില്ല. അപ്പോൾ ഈസി നല്ല പുട്ടാന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാ പുട്ടുണ്ടാക്കുന്നത്. ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് റാഗി പുട്ടുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ പുട്ടുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. പുട്ട് നനച്ച് വെച്ചത് പുട്ട് തന്നെ. ഇതിപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പാത്രമാണ്. ഇതിനകത്താണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. ഇതിൻ്റെ ചില്ലൊക്കെ വെച്ച് അപ്പോൾ ചിരട്ടയുടെ ഒരു ഷേപ്പ് വരും ഇതിൽ നമ്മൾ ആദ്യമേ ഇച്ചിരി തേങ്ങ തേങ്ങ ഇടുക.
ലെയറായിട്ട് ഇടണം. ആദ്യം തേങ്ങ ഇട്ടിട്ട് പിന്നെ പുട്ട് ഇടണം. തേങ്ങ കൂടുതൽ വേണവർക്ക് തേങ്ങ ഇടാം. ഇതിൽ ചിരട്ടകളെല്ലാം മാറ്റിയിട്ട് വേണം നമ്മൾ ഇടാൻ. നമ്മൾ തേങ്ങ ഇടുക. നമ്മളിതുപോലെ നനച്ച് തേങ്ങയും പുട്ടും ഒക്കെ ഇട്ട് ക്ലോസ് ആക്കി വെക്കുക. എന്നിട്ട് ഇനി അടുപ്പയിലിട്ട് വേവിക്കുക സ്റ്റീം വരുന്ന വരെ. സ്റ്റീം വന്നു കഴിയുമ്പോൾ നമ്മുടെ പുട്ട് റെഡിയാവും. ഒരു 10 മിനിറ്റ് മതി സ്റ്റീം വരാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ട് റെഡിയാണ്. അത് നമ്മുടെ ഇതുപോലെ സ്റ്റീം വരുന്ന നമുക്ക് നല്ലപോലെ കാണാം. അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ട് റെഡിയാണ്. ഇനി നമുക്കതൊന്ന് എടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ പുട്ട്. സ്റ്റീം വന്ന പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് കമഴ്ത്തി ഇടുക. അസൽ പുട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ ഓരോന്ന് നമുക്ക് പുട്ട് ഓരോ പ്രാവശ്യവും നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ പുട്ട് ഉണ്ടാക്കുന്ന രീതി. 2 പുട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. വിസിൽ വരുമ്പോൾ അത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കത് പഴത്തിൻ്റെ കൂടെ കഴിക്കാം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട പുഴുങ്ങിയതും ഏത്തക്കായും പുഴുങ്ങിയതും പുട്ടിൻ്റെ കൂടെ. ഇത് കുക്കറാണ്. കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളത് പുഴുങ്ങാൻ വെക്കുന്നു. നമ്മളത് കുക്കറിൽ ഓണാക്കി ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു വിസിൽ വരുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ഇവിടെ പുട്ടും ഏത്തക്കയും മുട്ട പുഴുങ്ങിയതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി കഴിക്കാൻ പോവാ. ഏത്തക്കയും പുട്ടും നമ്മളിവിടെ മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കാൻ പോവാ. പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇച്ചിരി ഗ്രേവി വേണ്ടിയിരുന്നവർക്ക് ഗ്രേവി ആയിട്ട് എടുക്കാം. ഇച്ചിരി ഉള്ളിയും ടൊമാറ്റോയും അതിൻ്റെ കൂടെ കാശ്മീരി ചില്ലിയും ഗരം മസാല മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുക. ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഓക്കെ. കെറ്റിലിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുക ഒരു ഗ്രേവിക്ക് വേണ്ടി. എന്നിട്ട് എല്ലാം ഇളക്കി യോജിപ്പിക്കുക. മുട്ട നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടുക. കറിവേപ്പില കുറച്ചിടുക. നമ്മളതിപ്പോൾ അത് ഗ്രേവി വേറെ ഒരു പാത്രത്തിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടക്കറി. അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കി. ഇതപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാം. ഓക്കെ. നമ്മളിവിടെ പുട്ട് റെഡിയായി. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇതിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഏത്തക്കയുടെ കൂടെ കഴിക്കാം. അതിനിഷ്ടമുള്ള ഏത് നിങ്ങൾക്ക് വേണേ കഴിക്കാം. മുട്ടയുടെ കൂടെ കഴിക്കാം. അടിപൊളി പുട്ട് എല്ലാവരും കഴിക്കണം. നമ്മുടെ പുട്ടിൻ്റെ ലൈക്സ് കൂടണം കേട്ടോ എല്ലാവരും വ്യൂവേഴ്സ്. ഓക്കെ.
നമുക്കിവിടെ പുട്ടും മുട്ടക്കറിയായിട്ട് കോമ്പിനേഷനായിട്ട് കഴിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.